बातियों में जाना, आशिक फंसाने का तरीका है पुराना। सेंट लगा के तेरा बातियों में जाना, आशिक फंसाने का तरीका है पुराना। तने बदन के तू सुर सारे छेड़ दे, मुंह से लगाए बिना बांसुरी बजाए। नींद चुराना नौजवानों की तो ठीक है, बुड्ढों का चाहे ब्लड प्रेशर बराबर की तुझे कोई फिक्र नहीं। पहली डेट पे कहे ओके बाय, देवदास की तरह अफसोस वो करे, तो तू हंस के इनोसेंट सी शक्ल बनाए। क्यूटी पाई, क्यूटी पाई, आए हाय, क्यूटी क्यूटी पाई, क्यूटी पाई, क्यूटी पाई, आए हाय, क्यूटी क्यूटी पाई। इश्क है करया तर गए दरिया, रब मनिया तेनू साहिबा के सारे जग नू भुल गए सबनू, रब मनिया तेनू साहिबा। कच्चियां सच्चियां मेरे दिल दी डोरियां, भुल के भी तोड़ी ना, तोड़ी ना। എല്ലാവർക്കും കാർത്തികയുടെ ഹൽദി സെറമണിയിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് പെണ്ണിന്റെ അച്ഛനെ വിളിക്കാം. इश्क है करया तर गए दरिया, रब मनिया तेनू साहिबा के सारे जग नू भुल गए सबनू, रब मनिया तेनू साहिबा। बिन पूछे ही जान ले मेरा हाल तुम्हारिया, ख्यालों का भी रखता मेरे ख्याल तुम्हारिया। शर्त नहीं ना सवाल कोई है, ऐसा इश्क मेरा। शर्त नहीं ना सवाल कोई है, ऐसा इश्क तेरा। इश्क है करया तर गए दरिया, रब मनिया तेनू साहिबा के सारे जग नू भुल गए सबनू, रब मनिया तेनू साहिबा। जे इश्क है करया तर गए दरिया, रब मनिया तेनू
लाऊंगा 16 17 सितारे संग बांध लाऊंगा तेरे वास्ते फलक से मैं चांद लाऊंगा 16 17 सितारे संग बांध लाऊंगा चांद तारों से कहो अभी ठहरे जरा चांद तारों से कहो कि अभी ठहरे जरा पहले इश्क लड़ा लूं उसके बाद लाऊंगा पहले इश्क लड़ा लूं उसके बाद लाऊंगा तेरे वास्ते फलक से मैं चांद लाऊंगा 16 17 सितारे संग बांध लाऊंगा देखा जाए तो वैसे अपने तो सारे पैसे रह के जमीन पे ही वसूल हैं चेहरा है तेरा चंदा नैना तेरे सितारे अंबर तक जाना ही फिजूल है अंबर तक जाना ही फिजूल है इसके बाद भी अगर तुझे चैन ना मिले पूरी करके मैं तेरी ये मुराद आऊंगा तेरे वास्ते फलक से मैं चांद लाऊंगा 16 17 सितारे संग बांध लाऊंगा तेरे वास्ते फलक से मैं चांद लाऊंगा 16 17 सितारे संग बांध लाऊंगा ജിത്തുവിന്റെ ഒരു ചെരുപ്പ് കാർത്തികയ്ക്കും കൊടുക്കണം എന്നിട്ട് ഞാനിപ്പം ഒരു ചോദ്യം ചോദിക്കാന്ന് വെച്ചോ അപ്പം ജിത്തുവിന് തോന്നുവാണ് അത് കാർത്തികയാണ് അത് ചെയ്യുന്ന ആള് അല്ലെങ്കിൽ കാർത്തികയ്ക്ക് യോജ്യമായ ഒരു കാര്യമാണ് ചോദിച്ചെങ്കിൽ കാർത്തികയുടെ ചെരുപ്പ് പൊക്കണം അതുപോലെ തന്നെ തിരിച്ച് അപ്പം നിങ്ങൾ കാണുന്നില്ല നിങ്ങൾ രണ്ടുപേരും ഉത്തരം എന്ന കാര്യം ഇങ്ങോട്ട് ബാക്ക് ടു ബാക്ക് ഇരിക്കുകയല്ലേ അപ്പം അവർ രണ്ടുപേരും ഒരേ ഉത്തരമാണ് പറയുന്നതെങ്കിൽ അത് ശരിയായിരിക്കും ഇനി അത് രണ്ടുപേരും രണ്ട് ഉത്തരമാണ് പറയുന്നതെങ്കിൽ നമുക്ക് അച്ഛനോടും അമ്മയോടും നമുക്ക് ചോദിക്കാം അപ്പൊ നമുക്ക് മൊത്തത്തിൽ അറിയാലോ ഇവരുടെ മനപ്പൊരുത്തം കാർത്തിക ഉണ്ടാക്കിയ വല്ലതും കഴിച്ചിട്ടുണ്ടോ ഇല്ല ജിത്തു ഉണ്ടാക്കിയ എന്താണ് ഏറ്റവും കാർത്തിക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ജിത്തു നല്ലൊരു കുക്കാണെന്ന് അതുകൊണ്ടാണ് ഫിഷ് കറി ബന്ധുക്കളുടെ അഭിപ്രായം ഇത് കഴിഞ്ഞ് ചോദിക്കുന്നതാണ് ഫിഷ് നിർവ്വാണ കാർത്തിക ഇനി കുക്കിംഗ് പഠിക്കുവോ ശ്രമിക്കുന്നതാണ് ഇത് കഴിഞ്ഞ് നമുക്ക് ബന്ധുക്കൾക്കും ചോദ്യം ചോദിക്കാൻ ഒരു സമയം തരുന്നതാണ് അടുത്തത് ആരാണ് ഇതിലെ ബെറ്റർ ഡ്രൈവർ ഭയങ്കര പൊരുത്താണല്ലോ പക്ഷെ എന്റെ അഭിപ്രായത്തില് കാർത്തിക ഒരു നല്ല ഡ്രൈവറാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു ആദ്യമായിട്ട് ഡ്രൈവിംഗ് പഠിച്ച എന്റെ വീട്ടിലോട്ടാണ് വന്നത് എന്റെ അപ്പനോട് പറഞ്ഞ് ഞാൻ ഓടിക്കാന്ന് പറഞ്ഞ് താക്കോലെല്ലാം എടുത്ത് എന്റെ അപ്പനും അമ്മയും പള്ളിയിൽ പോയി കാർത്തിക ഇവളുണ്ടായിരുന്നു ഇവള് നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ കൂട്ടത്തില് എന്നിട്ട് കാർത്തിക നേരെ കൊണ്ടുപോയി വണ്ടി ഞങ്ങളുടെ വീട്ടിന്റെ മതിലിടിച്ചു പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് പേടിയായിരുന്നു പിന്നെ ഒരു ദിവസം സ്വന്തമായിട്ട് എന്നെ ഇവിടെ നിന്ന് എപ്പോഴും കൊണ്ടേ വിടും കൊണ്ടേ വരും ഇപ്പം ദുബായിലും ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട് അപ്പൊ പഠിച്ചു കിട്ടി അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്കൂട്ടർ ഓടിക്കാൻ സൈക്കിൾ ഓടിക്കാൻ വരെ പേടിയാ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം കാർത്തിക നല്ല ഡ്രൈവറാണ് ായിട്ട് നല്ലത് ലൈക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് സർപ്രൈസ് കൊടുക്കുന്നതിലും മിടുക്കൻ ഇപ്പൊ രണ്ടുപേരും ഉണ്ടെങ്കിൽ രണ്ടും ഷൂ പൊക്കാട്ടോ പക്ഷെ ഒത്തിരി സ്നേഹം കാണിച്ച് എല്ലാത്തിനും രണ്ട് ഷൂ വെക്കാൻ പറ്റില്ല
ആരാണ് ഒരു തർക്കം തുടങ്ങുന്നത്? വഴക്ക്. ഇവര് തമ്മില് ഒരു വ്യത്യാസമില്ല. ഇപ്പൊ ഇവര് ഒരുമിച്ച് താമസിച്ച് തുടങ്ങുമായിരുന്നെങ്കിൽ ടിവിയുടെ റിമോട്ട് ആരുടെ കയ്യിലായിരിക്കും? കൺട്രോള്? അല്ല, എനിക്ക് തോന്നുന്നു കാർത്തിയുടെ കയ്യിലായിരിക്കും. ആരാണ് എണീറ്റ് കഴിഞ്ഞിട്ട്, അല്ലെ ആരാണ് ഏറ്റവും ആദ്യം എണീക്കാൻ പോകുന്നത് രാവിലെ? അപ്പൊ ഇങ്ങനെ ടൈ വന്നേക്കാണ്. അപ്പം കാർത്തിയുടെ അമ്മ പറ, കാർത്തിക് എപ്പോഴാണ് എണീക്കാറ് സാധാരണ? ആവശ്യമുണ്ടെങ്കിൽ നേരത്തെ ഇല്ലെങ്കിൽ താമസിച്ചിരുന്നു. വീക്കെൻഡ് ആണോ വീക്ക് ഡേ ആണോ നോക്കണം. കണ്ടുവെച്ച് ജിത്തു ആണ് കളി ജയിച്ചു പോകുന്നത്. ആരാണ് കൂട്ടത്തിൽ പിശുക്കൻ അല്ലെങ്കിൽ പിശുക്കി? വെള്ളഷൂ പൊക്കിക്കും. അതാരും പൊക്കിയില്ല. ഇപ്പം ആരാണ് നിങ്ങളുടെ കൂട്ടത്തില് വഴക്ക് ആദ്യം കൂടുന്നത്? ആരാണ് ഏറ്റവും ആർഗ്യൂ ചെയ്യുന്ന ആള്? ആർക്കാണ് ബെറ്റർ ഡ്രസ്സിംഗ് സെൻസ്? നോക്കാൻ പാടില്ല ജിത്തു. പക്ഷെ എനിക്ക് തോന്നുന്നു ജിത്തുവിനെ മീറ്റ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ കാർത്തിയുടെ ഡ്രസ്സിംഗ് സെൻസ് ഒത്തിരി ഇംപ്രൂവ് ചെയ്തു. അപ്പൊ എനിക്ക് തോന്നുന്നു ജിത്തു ആണ് ബെറ്റർ ഡ്രസ്സിംഗ് സെൻസ്. ബാത്റൂം സിംഗർ കൂട്ടത്തില് ഒന്നും പാടത്തില്ല. ആരാണ് ഫോണിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ആള്? ആർക്കാണ് നല്ല കൈയക്ഷരം ഉള്ളത്? നിങ്ങൾ കാർത്തിയുടെ ഹാൻഡ് റൈറ്റിംഗ് ഇഷ്ടമല്ല. ഞാൻ കണ്ടിട്ടുള്ളതിലോ ഏറ്റവും ഒരു മോശം ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ആളാണ്. എനിക്കപ്പോ ജിത്തുവിന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നുന്നു. ആരാണ് ആദ്യം ഇഷ്ടമാണെന്ന് പറഞ്ഞത്? അപ്പം എന്താണ് ഇഷ്ടമാകാൻ കാരണം? ഇഷ്ടമാകാൻ കാരണം അങ്ങനെ ഇന്ന കാരണം ഒന്നുമില്ല. പറയാൻ പാടില്ല. അല്ല, ഞാൻ ബേസിക്കലി നോക്കിയത് ഇച്ചിരി ജോളി ആയിട്ടുള്ള ഒരാള്, അങ്ങനത്തെ ഒരു വെറൈറ്റി ക്യാരക്ടർ, അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം ഒബ്വിയസ് ആണ്. ആരാണ് ബെറ്റർ ഡാൻസർ? കാർത്തിയുടെ ഒരു സിംഗിൾ പെർഫോമൻസ് ഉണ്ട് ഇത് കഴിഞ്ഞ്. ആരാണ് കൂടുതൽ കലാബോധമുള്ള ആള്? ആർക്കാണ് ട്രാവലിംഗ് ഇഷ്ടമായിട്ടുള്ള ആള്? ആരായിരിക്കും ലോണ്ട്രി ചെയ്യുന്നത്? ലൈക്ക് ആരായിരിക്കും തുണികളൊക്കെ ആദ്യം സമയത്തിൽ അടിച്ചു അലക്കുന്ന ആളായിരിക്കും? ലൈക്ക് ഇങ്ങനെ കൂട്ടിയിടാതെ ബെറ്റർ ആയിട്ട് അലക്കുന്ന ആരായിരിക്കും? കാർത്തിക അല്ല, കാർത്തികയുടെ അമ്മ പറയട്ടെ. ദുബായ് ലോണ്ടറി മാൻ ഉണ്ടല്ലോ.
ആർക്കാണ് ഈ വലിയ പരിചയമുള്ള ആൾക്കാരോട് സംസാരിക്കാനും ഒരു സൗഹൃദം ഉണ്ടാക്കാനും ആർക്കാണ് കൂടുതലും ഇഷ്ടം? ഇനി ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ചോദിക്കാൻ ആഗ്രഹമുണ്ടോ? ഫ്രണ്ട്സിനും പറയാനുള്ള ഇനിയുണ്ട് സമയം. ഇതില് പല ചോദ്യങ്ങളും കൂടെ താമസിക്കുമ്പോ അറിയുന്ന കാര്യങ്ങളുടെ ഉത്തരങ്ങളാണ്. എങ്ങനെ ഇവർക്കറിയാം? അതെ, അതൊരു വളരെ റെലവെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ആരാണ് ഇതില് റൊമാൻറ്റിക്? ആരാണ് രണ്ടുപേരും ഏറ്റവും റൊമാൻറ്റിക്? പറഞ്ഞു ചോദിപ്പിച്ച ചോദ്യമാണ് കേട്ടോ. എന്നാലും നമുക്കൊരു റൊമാൻറ്റിക് ഡാൻസ് ആയാലോ? ജിത്തുവിന് തിരിച്ചുകൊണ്ട് കാർത്തികനെ കാണുമ്പോഴുള്ള ഫസ്റ്റ് ഇംപ്രഷൻ. എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് വെച്ചാൽ എനിക്ക് സംസാരിച്ചപ്പോഴാണ് ഇഷ്ടമായത്. പുള്ളി ദ വേ ഹി ടോക്ക്, അങ്ങനെ സംസാരിച്ച ആ ഒരു സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വളരെ വളരെ സത്യസന്ധമായിട്ട് സംസാരിക്കുന്ന പോലെ തോന്നുന്നു ഇതുവരെ. അതല്ല ചോദിച്ചേ, സംസാരിക്കുന്നതിന് മുമ്പ് ആൾ എങ്ങനെയാണെന്നാണ് വിചാരിച്ചത്? ഞാൻ ഒന്നും വിചാരിച്ചില്ല. ഞാൻ ഒരു ഇതുമില്ലാതെ ചുമ്മാ പോയതാ. ഓഫീസുണ്ട് മണ്ടേ, ഒന്ന് പോയി കണ്ടേക്കാമെന്ന് പറഞ്ഞു പോയ ഒരാളാ. ദെൻ അങ്ങനെ സംസാരിച്ച് അങ്ങനെ ഇംപ്രഷനായിട്ട് എനിക്ക് അങ്ങനെ തോന്നില്ല. കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷൻ. കാർത്തിക ഞാൻ ആദ്യമായി കാണാൻ പോകുമ്പോ ആദ്യമായി കാണാൻ പോയപ്പോ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കാർത്തിക ഉറക്കത്തിൽ മടിച്ചു ഞാൻ തോന്നിയോ? മടിച്ച് ഞാൻ തോന്നിയിട്ടൊന്നുമില്ല. ജിത്തു ഒന്നും വിട്ട് പറയില്ല അല്ലെ? ഇച്ചിരി ഹൈപ്പറാ ആണ്. ഉള്ള ക്യാരക്ടർ എന്താണ്? ഭയങ്കര സ്മാർട്ടാണ് ആള്. റീസൺ എന്നേക്കാൾ ഒത്തിരി കാര്യങ്ങൾ അറിയാം, പലതും പറഞ്ഞു തരാൻ അറിയാം. പിന്നെ ഈഗോ ഇല്ല, ഭയങ്കര ഈഗോ ഇല്ലാത്ത ഒരാളാണ്. നോ ഈഗോ. അപ്പൊ ഞാനായിട്ട് തന്നെ ഈ പറഞ്ഞ ഹൈപ്പറായിട്ട് നിൽക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല, ഒട്ടും ഈഗോ ഇല്ല. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഏറ്റവും അലൈക്ക് ആയിട്ടുള്ള കാര്യം എന്താണ്? നിങ്ങൾ രണ്ടുപേരും കോമൺ, നിങ്ങൾ രണ്ടുപേരും ഒന്നിപ്പിച്ച കാര്യം എന്താണ്? ഫുഡ്. ഫുഡ് മാത്രം. കല്യാണത്തിന് മുമ്പ് ജിത്തുവിനോട് എല്ലാരും മുമ്പിൽ വെച്ച് വല്ലതും പറയാനുണ്ടോ? ഓക്കെ, പറയാന്ന് വെച്ചാല് വെയിറ്റിംഗ് ഫോർ നമ്മുടെ ലൈഫിന് വേണ്ടി വെയിറ്റിംഗ് ആണ് മുന്നോട്ടുള്ളത്. അത്രേ ഉള്ളൂ, അതാണ് പറയാനുള്ളത്. പറയൂ. അത് തന്നെ, ഞാൻ എനിക്കത് തന്നെയാണ്. ഇതുപോലെ ഫ്രണ്ട്സിനും സിബ്ലിങ്സിനും എന്തെങ്കിലും കാർത്തികനെ കുറിച്ചോ ജിത്തുവിനെ കുറിച്ചോ പറയാനുണ്ടെങ്കിൽ ഒരു മെസ്സേജ് തരാൻ വേണ്ടി ഞാൻ തുടങ്ങണോ? ഇത്രയും നേരം ആങ്കർ ചെയ്ത എന്റെ സുഹൃത്തിനെ ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നു. പ്രീതിക മനോജ്. ഞങ്ങൾ രണ്ടും ഒരുമിച്ച് കോളേജിൽ സിവിൽ ഒരുമിച്ച് പഠിച്ചവരാണ്. ഒരേ ബെഞ്ചിൽ നിന്ന് 4 വർഷം തോറ്റും എടുത്തും ജയിച്ചും എടുത്തും പഠിച്ച് ഞങ്ങൾ 3 പേരുണ്ട് ഒരുമിച്ച് പഠിച്ചവളാണ്. ഇവളെന്റെ ഒരേ ബെഞ്ചില്. അവളിപ്പോ ബോംബെയിൽ റിലയൻസിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്. ഇതിനു വേണ്ടി വന്നതാണ്. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ആണുള്ളതില്. എന്റെ ഏറ്റവും ലോവസ്റ്റ് ടൈമിൽ എന്ന് പറയുന്ന ഒത്തിരി കാര്യങ്ങൾ എന്റെ എല്ലാ മനസാക്ഷി സൂക്ഷിപ്പുകാരിയാണ് എല്ലാത്തിലും. കുഴഞ്ഞു എന്റെ എല്ലാ കാര്യം അറിയുന്ന, എന്റെ കൂടെ അന്നും ഇന്നും എന്റെ ലൈഫിൽ ഒരു നല്ലത് വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളാണ്. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അവൾ ഇവിടെ വന്ന് ഇത്രയും പരിപാടി ഇത്രയും സെറ്റ് ആവുമെന്ന് ഞാനും വിചാരിച്ചില്ല സത്യമായിട്ടും. ഇതെല്ലാം ഇവരുടെ പ്ലാനിങ് ആണ്. താങ്ക് യു സോ മച്ച്. ഒത്തിരി കൂട്ടുകാരുള്ളതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ആരും വേണം തോന്നിയില്ല.
പക്ഷെ കാർത്തിക് ആദ്യം ദിവസം തൊട്ടേ എന്നോട് കൂട്ടുകൂടുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ എനിക്ക് അങ്ങനെ ആരും വേണ്ടെന്നുള്ളില്ല. പിന്നെ ഫസ്റ്റ് ഇയർ ഒക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ പെട്ടെന്ന് വിഷമക്കാരിയാ. അത് ഇവരാരും ശ്രദ്ധിച്ചിട്ടില്ല. അത് കാർത്തിക മാത്രമേ ശ്രദ്ധിക്കാറുള്ളായിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് എപ്പോഴും വിഷമമായതുകൊണ്ട് എപ്പോഴും കാർത്തികനെ വേണം. പിന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പൊക്കും. അത് പറയാൻ പറ്റില്ല. അത് മാത്രമല്ല, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ ഒരിക്കലും വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കിയിട്ട് പിന്നെ അടുത്ത മാസം വിളിക്കും. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾ രണ്ടുപേരും ഇല്ലാതെ പറ്റില്ല. എനിക്ക് എന്റെ അപ്പൻ, അമ്മ, ചേച്ചി അതിന്റെ കൂട്ടത്തിലുള്ള ഒരാളാണ് കാർത്തിക. ഒരു നല്ല ജീവിതം ആശംസിക്കുന്നു. ഓക്കെ. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കൊച്ചിലെ തൊട്ട് എനിക്ക് തോന്നുന്നൊരു 3-4 വയസ്സ് തൊട്ട് ജിത്തു അല്ല നമ്മളോടാണ്. അന്ന് തന്നെയാണ് ജിത്തുവിനെ പല ഇരട്ടപ്പേരുകളും വിളിച്ച് നമ്മള് വന്നതാണ് ജിത്തുവിനെ. എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പേരുകളല്ലേ. ജിത്തുവിനെ എല്ലാവരും മത്താന്നാ വിളിക്കുന്നത്. ജിത്തു ശരിക്കും കൊച്ചിലോട്ട് ഭയങ്കര ക്യൂട്ടായിരുന്നു. നമ്മള് ഒരു തണ്ണിമത്തം പോലെയാണ് ജിത്തുന്നത്. അതുകൊണ്ടാണ് നമ്മളെല്ലാരും അങ്ങനെ വിളിച്ചത്. ഇപ്പോഴും അവൻ മാറിയിട്ടൊന്നുമില്ല. പിന്നെ ആള് ഒത്തിരി പാവാണ്, വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരാളാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ തന്നെ. അപ്പൊ വിഷിംഗ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ചേച്ചിയുടെ രണ്ടാമത്തെ ചേച്ചിയുടെ മക്കള് ജിത്തുവിനെ പറ്റി പറയുകയാണെങ്കിൽ അവന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിലെ ഒരു ന്യൂക്ലിയസ് ആണെന്ന് വേണേൽ പറയാം. അവനും അതെ, അവന്റെ അമ്മയും അതെ. ആക്ച്വലി നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോയി സന്തോഷത്തിൽ കൊണ്ടുപോകുന്ന ഒരു പേരാണ് ഇവർ രണ്ടുപേരും. അപ്പൊ നമ്മുടെ വിളിപ്പുറത്താണ് ജിത്തു. എല്ലാ ആവശ്യത്തിനും ഏത് സമയത്ത് വിളിച്ചാലും എന്ത് ആവശ്യത്തിനും ഒന്ന് വിളിച്ചാൽ ആ മിനിറ്റിൽ വീട്ടിൽ വരും എന്നുള്ള ഉറപ്പുള്ള ഒരാളാണ് ജിത്തു. അതെ, ഫുഡ് കൊടുത്ത എവിടെ വരും. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആ വൈബ് മാച്ച് ചെയ്യുന്ന കാർത്തികനെ അവന് കിട്ടിയതില്. സോ വിഷിംഗ് യു ബോത്ത് എ ലൈഫ് ഫുൾ ഓഫ് ഹാപ്പിനെസ്. ജിത്തുവിനെ ഈ പറഞ്ഞ പോലെ തന്നെ അവനെ എപ്പോ വിളിച്ചാലും അവൻ വിളിപ്പുറത്തുണ്ട്. ഇപ്പൊ നമ്മളൊരു വീട് ഷിഫ്റ്റ് ചെയ്യുക, എടാ കട്ടൻ എന്ന് പറയുന്നതിന് മുന്നേ കട്ടൻ ഫിറ്റ് ചെയ്യും. അപ്പം അങ്ങനെ എല്ലാത്തിനും അവൈലബിൾ അവൻ അങ്ങനെ ഒരു സമയമൊന്നുമില്ല. പിന്നെ കാർത്തികനെ ഞങ്ങൾ ഫസ്റ്റ് കാണുന്നത് ഏതോ എനിക്കൊന്ന ഒരു പാർട്ടിയിൽ എങ്ങാണ്ടാണ് ആദ്യമായിട്ട് വൈബ് കാണുന്നത്. അപ്പം ജിത്തു പറഞ്ഞ പോലെ തന്നെ കാർത്തിക അങ്ങനെ സറൗണ്ടിങ്സ് ഒന്നും കെയർ ചെയ്യത്തില്ല. അത് നല്ലൊരു ക്യാരക്ടറാണ്. കാരണം അങ്ങനെ വൈബ് ചെയ്ത് അങ്ങനെ പോകുമ്പം അയ്യോ ബന്ധുക്കാരിക്കുന്നുണ്ടല്ലോ, അവര് കാണുമല്ലോ, തുള്ളുന്നത് കാണുമല്ലോ, അങ്ങനെയൊന്നും ഇല്ല പുള്ളിക്കാരിക്ക്. അപ്പൊ അത് നല്ലൊരു ക്വാളിറ്റിയാണ്. പിന്നെ മിങ്കിൾ ചെയ്യും നല്ലപോലെ ഫാമിലി ആയിട്ട്. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അന്ന് എക്സ്റ്റെൻഡഡ് ഫാമിലീനെ നമ്മൾ എല്ലാവരും കണ്ടു. റിയാദിൽ നിന്ന്, ഗൾഫിൽ നിന്ന് വന്നവര്, സൗദിയിൽ നിന്ന് വന്നവരൊക്കെ ആണ്. അപ്പൊ എല്ലാവരുമായിട്ട് ഇവരെല്ലാവരും കൂടി ചേരുന്നത് കണ്ടപ്പോഴും ഞങ്ങൾ കസിൻസ് ആയിട്ടുള്ള പോലെ തന്നെ ഒരു ഫീല് വന്നു. നല്ലപോലെ ഫാമിലി ക്ലോസ് നിറ്റഡ് എന്നുള്ളത്. അപ്പൊ അതും ജിത്തുവിന് അങ്ങനെ ഒരു ഫാമിലിനെ കൂടെ കിട്ടിയത് ഞങ്ങൾക്ക് സന്തോഷമായി. അപ്പം ബെസ്റ്റ് വിഷസ്. പിന്നെ ഇപ്പോഴും തെളിയാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഫിഷ് നിർവാണ ബാത്റൂമിൽ സിങ് ചെയ്യുന്നത്, റിമോട്ട്, ഇതൊക്കെ എങ്ങനെ ഇപ്പോഴേ അറിയാന്നുള്ളതാ. ഏത് ക്രിസ്മസാ ഞങ്ങൾക്കറിയത്തില്ല. ഇവൾക്കൊരുവൻ കിഴക്കുതിച്ച് മണിച്ചെറുക്കൻ തിങ്കളേ പൂത്തിങ്കളേ ഇനി ഒളി കണ്ണുമെറിയരുതേ.
കൺമണിയേ നോക്കരുതേ ഇന്നതിന്നാക്ക് ചേരണം എന്നത് വിധിയുടെ വിളയാട്ടം. ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്ന് തന്നില്ലേ തന്നില്ലേ. ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ കണ്ണല്ലേ കണ്ണല്ലേ നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്ന് തന്നില്ലേ തന്നില്ലേ. താരകങ്ങൾ കണ്ടുവച്ച പാരിജാതമല്ലേ താരയുടെ കൂടറിഞ്ഞ പഞ്ചവർണ്ണമല്ലേ തങ്കമെന്റെ തങ്കവർണ്ണ പുണ്യം നീയക്ക് മുത്താരം മുത്തല്ലേ ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ നിനക്ക് വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്ന് സട്ടക്ക് 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 തകില് പുകില് കുരവ കുഴല് തണ്ടനത്തനം പാടി വാ പട്ടക്ക് തുഴഞ്ഞ് പടക മടിച്ച് പാണ്ടിയ പട കേറി വാ അടട മീശ കൗണ്ടറേ മുരശ മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേള മംഗളം അടട മീശ കൗണ്ടറേ മുരശ മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേള മംഗളം തങ്കമാന സംഘകാല തമിഴ് പാടി തേരി താളം തുള്ളാൻ അടി അമ്മാടിയേ അടിയ പോവുമേ ഹര ഹരോ ഹര പാവച്ചുന്ദരിയേ മുത്തമുന്തിരിയേ പാവച്ചുന്ദരിയേ മുത്തമുന്തിരിയേ തകില് പൊകില് കുരവ കുഴല് തണ്ടനത്തനം പാടി വാ പടക്ക് തുഴഞ്ഞ് പടക മടിച്ച് പാണ്ടിയ പട കേറി വാ ചണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു പല്ലാക്ക് മുക്കുത്തി കല്ലു മിനുങ്ങി കല്യാണ ചെമ്പൊന്നിൻ താലികിലുങ്ങി പള്ളിപ്പൂലോലാക്കിൻ തേലുകിടുങ്ങി ഇനിയും വരാത്തതെനിക്ക് അരികിൽ വരാത്തതെനിക്ക് ഇനിയും വരാത്തതെനിക്ക് മുഖമഴം പോട്ടെ മാറിക്കൊടുന്ന് കപത്തില് മാറ്റി പൊളിച്ച് ബിസ്നസ് മാതിര സോമാരി ജമാതിരായ ബിസ്നസ് മാതിര സോമാരി ജമാതിരായ സുരകരക്ക മുഖമഴം പോട്ടെ മാറിക്കൊടുന്ന് കപത്തില് മാറ്റി പൊളിച്ച് ബിസ്നസ് മാതിര സോമാരി ജമാതിരായ ബിസ്നസ് മാതിര സോമാരി ജമാതിരായ ഡമലേ ഡമ 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 ഡമലേ
നിറമഴകിൽ താരം പെയ്തിടുന്നു ദൂരെ ഉണരുന്ന ഈറനണിയുന്ന സൂര്യനിയരുന്ന സാരകം പൂവിലലിയുന്നു ഭൂമി നുകരുന്നു ആർദ്രമറിയുന്നു നിറവിളി മധുരം പൊഴിയും രാവിൽ മധുരം മധുരം പൊൻകിനാവുകൾ നെയ്യും നീരശാഖികൾ മാറിലായിരം തളിരിടും രാഗമാരി അഴകണിയും വാനിൽ ഏകാംബരം തീർക്കും നിൻ ചാരുവദനം നിറമേറും പ്രഭചേരും സുഖമേറും മിഴിയിൽ വരദാനം കൃപ പോലെ അവൾ എന്നിൽ നീരാടിടുന്നു ദൂരെ ഉണരുന്ന ഈറനണിയുന്ന സൂര്യനിയരുന്ന സാരകം പൂവിലലിയുന്നു ഭൂമി നുകരുന്നു ആർദ്രമറിയുന്നു നിറവിളി മധുരം പൊഴിയുമീ മധുരം മധുരം പാരിൽ നിറയും നിറമേറും പ്രഭചേരും സുഖമേറും മിഴിയിൽ വരദാനം കൃപ പോലെ അവളൊഴുകുന്നു എൻ പൊൻ പുലരൊളി വരമതിൽ ദൂരെ ഉണരുന്ന ഈറനണിയുന്ന സൂര്യനിയരുന്ന സാരകം പൂവിലലിയുന്നു ഭൂമി നുകരുന്നു ആർദ്രമറിയുന്നു നിറവിളി मुंडा थोड़ा ऑफ बीट है पर कुड़िया दे नाल बहुत स्वीट है मुंडा थोड़ा ऑफ बीट है पर कुड़िया दे नाल बहुत स्वीट है ढोंगी सा ये बड़ा ढीठ है वायरल हो गया ये ट्वीट पर फूल फूल करने में कूल तू बड़ी तेज कटारी है शगन तेरी की हमने कर दी तैयारी है नच देने सारे रंग मिल के आज हिले डुल के ले सारे के सारे मजारे नच देने सारे रंग मिल के आज हिले डुल के ले सारे मुझड़ा जालिम नजर हटा ले बर्बाद हो रहे हैं जी बर्बाद हो रहे हैं जी तेरे अपने शहर वाले मेरा चैन मैंने सब उजड़ा जालिम नजर हटा ले बर्बाद हो रहे हैं जी तेरे अपने शहर वाले मेरी अपनाई ना टूटे तू आजा मेरी अपनाई ना टूटे तू आजा कजरारे तेरे कारे कारे नैना
छलका छलका रे कलसी का पानी छलका छलका रे ओ आँख न मानी छलका छलका रे कलसी का पानी छलका छलका रे ओ आँख न मानी मैया बोले जाना नहीं भैया को भी माना नहीं बाबर बोले बस एक दिन कल का छलका गुड्डा बोले जाना नहीं गुड्डी बोले जाना नहीं सखी बोले बस एक दिन कल का छलका 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 रे कलसी का पानी വിവാഹിതയാകാൻ പോവില്ലയോ? ഇന്നിപ്പോൾ ഇനി മണിക്കൂറുകൾ മാത്രമല്ല ഉള്ളൂ സിംഗിൾ. ശബ്ദമില്ല. എല്ലാം സന്തോഷമായിട്ടിരിക്കട്ടെ. നല്ല ഹാപ്പിയാണ്, സന്തോഷമാണ്. മോൾ നല്ല ബോൾഡ് അല്ലേ, പിന്നെന്താ? ഒന്നും കൊണ്ട് ഒരു കാര്യമില്ല. ഏത് റീസണെ അവളെ അഭിമുഖീകരിക്കും. അതിനറിയാം. ബോൾഡായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും അറിയാവുന്ന അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. അവളെക്കുറിച്ചുള്ള പ്ലസ് പോയിന്റ് തന്നെ അതാണ്. സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ വീഴുതിയതിതാരോ മുകിൽ വിരലതറിയാതെ പരിണയമായി കേട്ടോ ഇവളിങ്ങനെ കേക്ക് പൊങ്ങോന്നൊരു സംശയം. ഒന്നുമില്ല, ഇനി എന്തായാലും അവള് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അപ്പം അവൾക്ക് ഈ പറഞ്ഞ പോലെ പലരുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും കല്യാണം കഴിച്ച ആൾക്കാരുടെയും പല ജീവിതങ്ങളും എല്ലാം കണ്ട് എക്സ്പീരിയൻസ് ആയ ഒരു വ്യക്തിയാണ്. സോ അതെല്ലാം അതിൻ്റെ ബെനിഫിറ്റ്സും അതിൻ്റെ നെഗറ്റീവ്സും എല്ലാം മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ മാക്സിമം ശ്രമിക്കുക. നിന്നോടൊരു ഉപദേശം പോലെ അങ്ങ് വിചാരിച്ചാൽ മതി. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഫാമിലിയിലെ എന്താ പറയുക എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിലും എൻ്റെ അപ്സ് ആൻഡ് ഡൗൺസിലും മെയിൻലി എൻ്റെ കൂടെ നിന്ന ഒരാളാണ് കാർത്തി. ഈവൻ ഞാൻ വഴക്കുകൾ ഉണ്ടാക്കി ഞാൻ മാറി നിന്നെങ്കിൽ പോലും എന്നെ പുറകെ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. സോ അതിനി അവളുടെ ഹസ്ബൻഡിലേക്ക് ആ സപ്പോർട്ടൂടെ എല്ലാം കൊടുത്ത് നല്ലപോലെ മുന്നോട്ട് പോവുക. ഓക്കെ. എന്താ പറയാ, കാർത്തിക എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ പറയുന്ന പോലെ തന്നെ എല്ലാത്തിലും ബെസ്റ്റാണ്. എന്താ നീ പറയുന്നതിനെ കുറിച്ച്? നിന്നെ പറ്റിയോ? ലൈക്ക് എന്നെ പറ്റി ആദ്യമായിട്ടാണ് ഇത്ര ഒരുങ്ങി കാണുന്ന ഒരു. അതെ അതെ, ഞാൻ കല്യാണം കഴിച്ച് പോകുന്നതിനെ പറ്റി പറഞ്ഞു. കല്യാണം കഴിച്ച് പോകുന്നതിനെ പറ്റി എനിക്ക് ഇപ്പോൾ ഞങ്ങൾ കുറേ നാളായിട്ടൊരു 5-6 വർഷമായിട്ട് ലോങ് ഡിസ്റ്റൻസ് ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ പിന്നെ അങ്ങനെ വലിയ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ല. പിന്നെ എനിക്ക് ഇമാജിൻ ചെയ്യാൻ വയ്യ കാർത്തികൻ ഇങ്ങനെ വീട്ടമ്മയായിട്ടൊക്കെ. അത്രേ ഉള്ളൂ. ഹാപ്പി
like wish you a happy married life. रहते तुझसे
വസന്തമായി ഇതൾ തൊടും വിലോലമായി മിഴിയാകെ കനവേകാൻ മനമാകെ കതിരാടാൻ കാണും നേരം മൗനം പോലും ഗാനമായി മാറുവാൻ ചാരേ തൂവൽ വീശും വെൺപ്രാവിൻ മന്ത്രണം കേൾക്കുവാൻ ഒഴുകാനുള്ളിലെ തേന്നതി വിടരാനുള്ളിലെ വെൺമതി ഒഴുകാനുള്ളിലെ തേന്നതി വിടരാനുള്ളിലെ വെൺമതി மீண்டும் வருவேன் மாலை மாற்ற உன்னை தேடி நானே வாரேன் மீண்டும் வருவேன் உந்தன் கையால் தாளியேந்த நானே வாரேன் மீண்டும் வருவேன் மாலை மாற்ற உன்னை தேடி நானே வாரேன் மீண்டும் வருவேன் உந்தன் கையால் தாளியேந்த நானே வாரேன் மீண்டும் வருவேன் மாலை மாற்ற உன்னை தேடி நானே வாரேன் மீண்டும் வருவேன் உந்தன் கையால் தாளியேந்த நானே வாரேன் மீண்டும் வருவேன் மாலை ഗൗരി കല്യാണ വൈഭോഗമേ ലക്ഷ്മി കല്യാണ വൈഭോഗമേ വസുദേവദവപാല അസുരകുലകാല ശശിവദന രൂപിണി സത്യഭാമലോല ഗൗരി കല്യാണ വൈഭോഗമേ வலிந்தாலும் உன்னை நான் பொழுதும் மறவே என் கோலம் உதிர்ந்தாலும் உனது உணர்வில் உறைவே உடல் நீங்கி உயிர் போகும் பொழுது
தான் நினைவே തരളമിഴിതൻ കനിവോ മേടപ്പൂവനികൾ കളമെഴുതിയോ കണിയ മണ്ണിൽ മേവും വർണ്ണച്ചിരിപ്പൂവുകൾ കാറ്റിൽ മൂളും ചെല്ലക്കളിത്തുമ്പികൾ നീളെ കനിവോ ഇളമേലുഷസിൻ വരവായി തെളിനീരലതൻ കുളിരായി ഇളമേലുഷസിൻ വരവായി തെളിനീരലതൻ കുളിരായി വരമായരികിൽ ശ്രുതി പോലണയും കളകൂജലമായി വെൺകൂവൽ തായാട്ടായി നാലകമിനി താരുഴിയും തരളമിഴിത്തൻ കനിവോ കരുണാമൃതം
വസന്തം വിരുന്നിൻ വിളക്കായി വിളിക്കുന്ന ഹസിൻ നഭസിൽ വസന്തം വിരുന്നിൻ വിളക്കായി വിളിക്കുന്ന ഹസിൻ നഭസിൽ തിരുമംഗലമായി സ്വരസാന്ത്വനമായി തുടിത്താളവുമായി പൊൻതാരാദീപങ്ങൾ തേടുവതൊരു താരുഴിയും തരളമിഴിതൻ കനിവോ அலைகளின் கவிதை பிறக்குது கனவே இதயம் துடிக்குது துடிக்குது மனமே பால் மழை பொழிந்தாலும் முகம் நினைத்தேன் வைகை கரையில் நான் தேடி வருவேன் அலைகளின் கவிதை பிறக்குது கனவே இதயம் துடிக்குது துடிக்குது மனமே തളിരല്ലേ നീ പെൺകിനാവിൻ കതിരല്ലേ വർണ്ണരാവിനൊളിയല്ലേ നീ ആനമേഘ ചിറകല്ലേ പൂവഴകോ നീയല്ലേ നിന്നുയിരായി ഞാനില്ലേ അഴകിൻ അഴകിൽ തളിരല്ലേ നീ പെൺകിനാവിൻ കതിരല്ലേ വർണ്ണരാവിനൊളിയല്ലേ നീ വാനമേഘ ചിറകല്ലേ താരം നിന്നിൽ താലിയണിഞ്ഞല്ലോ അമ്പിളി മാരത്തെ പൊന്മാനെ ആലോലമാടും കണ്ണിൽ ലാസ്യമുണർന്നല്ലോ പാലിലെ തുമ്പത്തെ പൂത്തുമ്പി കേൾക്കും നേരം വാതിൽ പഠിക്കാൻ വന്നു കാതോരം ചൊല്ലിടാം ഞാൻ അരികിൽ ഞാനില്ലേ നിഴലായി ഞാനില്ലേ പെണ്ണിലാവിൻ തളിരല്ലേ നീ പെൺകിനാവിൻ കതിരല്ലേ വർണ്ണരാവിനൊളിയല്ലേ നീ ചിറകല്ലേ പൂവഴകോ നീയല്ലേ നിന്നുയിരായി ഞാനില്ലേ അഴകിൻ അഴകേ അലകളിൽ കവിതൈ പിറക്കുത് കനവേ ഇരയം തുടിക്കുത് തുടിക്കുത് മനമേ പാൽമഴை പൊഴിந்தாலும் മുഖം നിனைத்தேன் வைகை கரையில் நான் தேடி வருவேன் அலைகளின் கவிதை பிறக்குது கனவே இதயம் துடிக்குது துடிக்குது மனமே You're my sunshine, you're my moonlight, you're the stars in the sky. Come with me now, you have my desire. Yellame, nidane, aradhya. ഉയരരുവി പോലൊരാൾ
പൂവായിരം കണ്ടു പൂന്തേനിതൾ തൊട്ടു നാം രണ്ടു ശലഭങ്ങളാ ചിമ്മുവാൻ ചൊല്ലി നീ തന്നു കൈനീട്ടവും ഹായ്, ഞാനും രേവതിയും അല്ല ഞാൻ എൻ്റെ പേര് പറഞ്ഞു, നീ നിൻ്റെ പേര് പറഞ്ഞു അതേ ചോദിച്ചു. അത് കണ്ടിന്യൂ എടുക്കുമല്ലേ, മീൻസ് നമ്മളെ തെറ്റിച്ചാലും നിങ്ങൾ എഡിറ്റ് ചെയ്തോളല്ലോ. ഹായ്, ഞാൻ കാവ്യ. ഞാൻ രേവതി. ഞങ്ങൾ അവളുടെ സ്കൂൾ തൊട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ ഈ ഒരു ഡേക്ക് വേണ്ടി നമ്മൾ ഒരുപാട് വെയിറ്റിംഗ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ കല്യാണം എല്ലാം കോവിഡ് ടൈം ആയിരുന്നു. ഞങ്ങൾക്ക് ഒട്ടും എൻജോയ് ചെയ്യാൻ ഒന്നും പറ്റാത്തൊരു, അവൾക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു കുറെ നാൾ വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന ഒരുപാട് കാത്തിരുന്ന ഒരു ഫംഗ്ഷനാണിത്. അപ്പോൾ ഒത്തിരി ഹാപ്പിയാണ്. അവൾ കുറേ സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അവൾ ഇങ്ങനെ ഒരുങ്ങണം, അല്ലെങ്കിൽ അവള് കുറേ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അതെല്ലാം അവൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി കുറേ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അവളുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അവൾ ഭയങ്കര ഓപ്പണപ്പാണ്, ഭയങ്കര ഫ്രീ ആണ്. എന്ത് കാര്യം എപ്പോൾ വേണേലും ഏത് സമയത്ത് നമുക്ക് അവളുടെ അടുത്ത് പറയാം. അപ്പം നമ്മളുടെ മനസ്സിലും അവൾക്ക് കിട്ടുന്ന പാർട്ട്ണറും അതേപോലെ അവളെ ഒരിക്കലും കറക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവളിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ട് അവളെ സ്നേഹിക്കുന്ന ഒരാളാവരുത് എന്ന് നല്ലൊരാഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് ജിത്തു അതുപോലെ ഒരാളാണ്. എന്തായാലും അത് അടിപൊളിയായിട്ട് തന്നെ അങ്ങനെ പോട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് 3 ദിവസത്തെ കല്യാണമായിരുന്നു. അത് ആദ്യം ഹൽദി ഉണ്ടായിരുന്നു, പിന്നെ പുടവ ആൻഡ് വെഡിങ് ഡേ. 3 ദിവസവും ഭയങ്കര
സെലിബ്രേഷനും ഭയങ്കര ഈ ഇവന്റ്സ് 3 ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ചു. സൂപ്പർ ഇവന്റ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഫേമസ് ഇവന്റ്സ്. താങ്ക് യു സോ മച്ച്. ഇത്രയും അടിപൊളിയാക്കി തന്നതിന് ഒരുപാട് താങ്ക് യു. ഹായ്, എൻ്റെ പേര് സപ്ന. ഞാൻ കാർത്തികൻ്റെ കലീഗും പിന്നെ ബെസ്റ്റ് ഫ്രണ്ടാണ്. സോ ഐ നോ ഹർ സിൻസ് ഐ തിങ്ക് 2020. We were like colleagues, and then we became our best buddies. And then we became masters in crime. So this is Vibha. I'm Vibha. I've also been her colleague from Dubai, and we know how much she has waited for this day to come. And today that we are here, we see her so happy with her family. We're super excited and wish you the very best in life. And may you always smile like the way you make people smile around you. Love you, Kartika. And one more thing, I was like teared yesterday seeing her mom, because she has been waiting for this day to happen, and even I still feel that it is like a wonderful day to, and we are all here just for her. And all the blessings to both of them. And Jittu is the best guy I have ever met, and best couple That she could get that the she best will- guy that could handle Kartika. So yeah, all the best, Karthik and Love Jittu. you.